പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അവിടെയുടകളായി സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന പല വിധമാകുന്ന സംഭവങ്ങൾ ഈ ലോകത്തിൽ നടമാടുമ്പോൾ അത്യുന്നതനായ ദൈവം എല്ലാവരെയും നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 34 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവുമേലിരിക്കും. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദ് പറയുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന മെസ്സേജാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവുമേലിരിക്കും. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദിന് പറയുവാൻ സാഹചര്യമുണ്ടാകുന്നത് ഓരോ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു വരുമ്പോൾ താൻ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇശായുടെ 8 പുത്രന്മാരിൽ ഇളയവനായിരിക്കുന്ന ദാവീദ് ആടുകളെ മേയിച്ച് വനാന്തരത്തിൽ ആടുകളെ മേയിച്ച് നടക്കുമ്പോൾ ദൈവം അവനെ അഭിഷേകം ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിന് ദാവീദിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. ദൈവം അഭിഷേകം ചെയ്തത് മാത്രമല്ല, അവനെ ഇസ്രയേലിൻ്റെ രാജാവായി ദൈവം തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിനു വേണ്ടി നിലനിന്ന ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ദാവീദ് തീരുവാനിടയായി തീർന്നു. പ്രിയ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവനായി തീർന്നു. ദൈവത്തിന് വേണ്ടി അനവധിയായ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയായി തീരുവാനിടയായി തീർന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുവാനിടയായി തീരും. അതിൻ്റെ കാരണം, എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറഞ്ഞത് ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്ന് ഈ രാജസ്ഥാനത്തേക്ക് എത്തിച്ചത് ദൈവമാണ്. സ്തോത്രം. ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് എന്നെ രാജസ്ഥാനത്തേക്ക് എത്തിച്ചത് അത്യുന്നതനായ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തെ വാഴ്ത്തുവാനിടയായി തീരും, ആ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരും. ഏത് പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ കൂടെ കടന്നുപോയാലും എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുവാനിടയായി തീരും. സ്തോത്രം. ഈ ദൈവത്തെ ഞാൻ സ്തുതിക്കുവാനിടയായി തീരും. അതുമാത്രമല്ല, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവുമേലിരിക്കുവാനിടയായി തീരും. മറ്റൊരു ദൈവത്തെയോ മറ്റൊരു ആചാരത്തെയോ മറ്റൊരു അനുഷ്ഠാനം ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിൻ്റെ നാമം തന്നെ എൻ്റെ നാവിൽ കടന്നു വരുമെന്ന് കാണുവാൻ സാധിക്കുന്നു. അത് കാരണം ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ പലവിധമാണെന്ന് ദാവീദ് പറയുവാനിടയായി തീർന്നു. അവിടെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. കഷ്ടത വന്നാലും ഞാൻ ദൈവത്തെ വാഴ്ത്തും. ദൈവം എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ ദൈവത്തെ വാഴ്ത്തുവാനിടയായി തീരും. ദൈവം എന്നെ ഉയർത്തിയാലും ഞാൻ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരും. കാരണം ദൈവം എന്നെ ഉയർത്തിയത്, വലിയ നന്മകൾ എൻ്റെ കൈകളിൽ തന്നത്, ദൈവം എന്നെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അതെൻ്റെ ദൈവമാണ്. ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുവാനിടയായി തീരുമെന്ന് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കൻ ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുള്ള ദൈവേഷ്ടം. എല്ലാത്തിനെയും സ്തോത്രം ചെയ്യുവാനിടയായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാത്തിനും സ്തോത്രം ചെയ്യാറുണ്ടോ? ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ, ദൈവം ചെയ്തിരിക്കുന്ന നന്മകൾ, ദൈവം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിന് നാം സ്തോത്രം ചെയ്യാറുണ്ടോ? അത് മാത്രമല്ല, അവിടെ കാണുന്നു, നാം എല്ലായ്പ്പോഴും ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൻ്റെ ദൈവേഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്ന് കാണുവാൻ സാധിക്കുന്നു. പൗലോസും ശീലാസും അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിക്കുമ്പോൾ തടവുകാർ അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. കാരണം ദൈവത്തെ ഭയമില്ലാതെ അവർ ആരാധിക്കുക, അവർ പാടി സ്തുതിക്കുക. കാരണം അവർക്കറിയാം, അവരെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്, അവരെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്, ഇതുവരെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഞങ്ങളെ വിടുവിക്കും എന്ന് പത്രോസിനും ശീലാസിനും അറിയാം. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുക. ഏത് കഷ്ടത വന്നാലും ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുവാനിടയായി തീരും, ഞങ്ങൾ ആരാധിക്കുവാനിടയായി തീരും, ഞങ്ങൾ ദൈവത്തെ ഉയർത്തുവാനിടയായി തീരും. പത്രോസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആമത്തിലിട്ട് പൂട്ടിയിട്ടിരിക്കുമ്പോൾ തടവുകാർ നടുവിൽ നിൽക്കുമ്പോഴും താൻ ഉറങ്ങുന്നൊരു ഭയമില്ലാതെ താൻ ഉറങ്ങുന്നതിൻ്റെ കാരണം, ദൈവം എന്നെ സൂക്ഷിക്കും, എന്നെ ജീവനുള്ള ദൈവം എന്നെ പരിപാലിക്കുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് പൗലോസ് അവരുടെ നടുവിൽ നിന്ന് ഉറങ്ങുവാനിടയായി തീർന്നു. എന്നെ ശ്രമിക്കുന്ന ദൈവത്തിലെ ഏത് കഷ്ടതയുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വന്നാലും, ഏത് പ്രയാസത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വന്നാലും, ഏത് പ്രതികൂലത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വന്നാലും അത്യുന്നതനായ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരണം, ആ നാമം ഉയർത്തുവാനിടയായി തീരണം. ആ നാമമാണ് നിന്റെ നാവിൽ വരേണ്ടത്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആ ദൈവത്തിൽ പ്രത്യാശിക്കാം. കാരണം ദൈവം വലിയവനാണ്,
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ നേരുള്ളവനായ അത്യുന്നതനായ ദൈവത്തെ സ്തുതിപ്പാൻ നമ്മളെ തന്നെ ഒരുക്കാം. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. കർത്താവെ, കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ്, വേദനയുള്ളവരെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കണമേ. അങ്ങനെ അത്ഭുത കരം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിടുതല ചെയ്യാനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ആമേൻ.